ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ ബ്ലോക്ക് 4 2 യൂണിറ്റ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ, ഹു ഡിസ്കവേർഡ് എടക്കൽ കേവ്സ്? എടക്കൽ ഗുഹ ആരാണ് കണ്ടുപിടിച്ചത്? ആരാണ്? എഫ് ഫോസെറ്റ്. ദെൻ വെൻ ഡിഡ് ഫോസെറ്റ് ഡിസ്കവർ എടക്കൽ കേവ്? എപ്പോഴാണ് എടക്കൽ കേവ് കണ്ടുപിടിച്ചത് ഫോസെറ്റ്? 1896 എടക്കൽ കേവ് എന്ന് ജസ്റ്റ് ഒരു ഹെഡിങ് കൊടുത്ത് അതിൻ്റെ താഴെയുള്ള ഈ 3 പോയിന്റ്സ് എഴുതാനായിട്ട് നോക്കുക കേട്ടോ. എപ്പോഴാണ് കണ്ടുപിടിച്ചത്, ആരാണ് കണ്ടുപിടിച്ചത്, നെക്സ്റ്റ് എന്താണ്, ഹൗ മെനി ഇൻസ്ക്രിപ്ഷൻസ് വർ ഡിസ്കവേർഡ് ഇൻ എടക്കൽ കേവ്? ഇൻസ്ക്രിപ്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മതപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളോ അവരെന്ത് ചെയ്യുക, ഒരു കല്ലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസസിൽ എഴുതി വെക്കുക, അവർ പെയിൻറ്റ് ചെയ്യുക എന്നതിനെയാണ് ഇൻസ്ക്രിപ്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇൻസ്ക്രിപ്ഷൻസ് എത്ര എണ്ണമാണ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത് എടക്കൽ കേവ്സിൽ നിന്നും? 5 എണ്ണമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ദെൻ 4, ഹു വാസ് ദി ലാസ്റ്റ് ഒക്യുപ്പൻറ്റ് ഓഫ് പത്മാനന്തപുരം പാലസ്? പത്മാനന്തപുരം പാലസിൽ ലാസ്റ്റ് താമസിച്ചത് ആരാണ്? ധർമ്മരാജ. 5th വൺ, വിച്ച് സ്റ്റൈൽ യൂസ് ടു കൺസ്ട്രക്ട് പത്മാനന്തപുരം പാലസ്? പത്മാനന്തപുരം പാലസ് കൺസ്ട്രക്റ്റ് ചെയ്യാനായിട്ട് ഏത് സ്റ്റൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്? 4 കെട്ട്. ഇത് നമുക്ക് പലർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലേ. കുറേ അധികം സ്റ്റൈൽ നമുക്ക് വരുന്നുണ്ട്. ഓരോ ബിൽഡിങ്സും പണിതിരിക്കുന്നത് ഏത് സ്റ്റൈലിലാണെന്നുള്ളത് അങ്ങനെ പഠിക്കാനുണ്ട്. അത് പ്രത്യേക ഒരു പേപ്പറിൽ എഴുതിയിട്ട് തന്നെ പഠിക്കാൻ നോക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു പേപ്പറിൽ എന്തുകൂടി ചേർക്കുക, പത്മാനന്തപുരം പാലസ് ഏത് രീതിയിലാണ്, ഏത് സ്റ്റൈലിലാണ് കൺസ്ട്രക്ട് ചെയ്തത്? 4 കെട്ട്. ദെൻ 6th വൺ, ഹൂ ബിൽഡ് ബേക്കൽ ഫോർട്ട്? ബേക്കൽ ഫോർട്ട് ആരാണ് നിർമ്മിച്ചത്? ശിവപ്പനായക ഓഫ് ബഡാനോർ. വെൻ ഡിഡ് ബേക്കൽ ഫോർട്ട് ഫോൾ ഇൻ ടു ദി ഹാൻഡ്സ് ഓഫ് ദി ബ്രിട്ടീഷ്? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ എപ്പോഴാണ് ബേക്കൽ ഫോർട്ട് കീഴടക്കിയത്? എപ്പോഴാണ്? 1763. ഇയറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇയറൊക്കെ നോട്ട് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ദെൻ 8th വൺ, വാട്ട് വർ ദി കോയിൻസ് ഓഫ് ടിപ്പു സുൽത്താൻ കോൾഡ്? ടിപ്പു സുൽത്താൻ്റെ നാണയങ്ങളെ, കോയിൻസിനെ എന്താണ് അറിയപ്പെട്ടിരുന്നത്? പൈസേ. 9th വൺ, വിച്ച് ഫോർട്ട് ഇസ് കോൾഡ് ടിപ്പൂസ് ഫോർട്ട്? ടിപ്പുവിൻ്റെ ഫോർട്ട്, ടിപ്പുവിൻ്റെ കോട്ട എന്നറിയപ്പെട്ടത് ഏത് ഫോർട്ടാണ്? പാലക്കാട് ഫോർട്ട്. ദെൻ ഹൂ സ്റ്റാർട്ടഡ് ദി കൺസ്ട്രക്ഷൻ ഓഫ് പാലക്കാട് ഫോർട്ട്? പാലക്കാട് ഫോർട്ടിൻ്റെ പണി ആരംഭിച്ചത്, കൺസ്ട്രക്ഷൻ ആരംഭിച്ചത് ആരാണ്? സാമോറിൻ. ദെൻ 11th വൺ, വെൻ ഡിഡ് ദി കൺസ്ട്രക്ഷൻ ഓഫ് പാലക്കാട് ഫോർട്ട് സ്റ്റാർട്ട്? എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, ആരാണ് സ്റ്റാർട്ട് ചെയ്തത്, എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക. ജസ്റ്റ് പാലക്കാട് ഫോർട്ടിന് ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് എന്താണ്, ആരുടെ കാലത്താണ് പണി തുടങ്ങിയത്, ആരാണ് പണി തുടങ്ങിയത് എന്നുള്ളത് കൊടുക്കുക. എപ്പോഴാണ് പണി തുടങ്ങിയത്? 1757. വെൻ ഡിഡ് ദി ബ്രിട്ടീഷ് ക്യാപ്ചർ ദി പാലക്കാട് ഫോർട്ട്? പാലക്കാട് ഫോർട്ട് ബ്രിട്ടീഷുകാർ എപ്പോഴാണ് കീഴടക്കിയിട്ടുള്ളത്? 1790. വിച്ച് ഇസ് ദി ഇമ്പോർട്ടൻറ്റ് മെഗാലിത്തിക് സൈറ്റ് ഇൻ പാലക്കാട്? മെഗാലിത്തിക് സൈറ്റിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് വലിയ കല്ലുകൾ ചെറിയ ചെറിയ കല്ലുകളുടെ സഹായത്തിൽ ഇങ്ങനെ പണിത് വെക്കുക. ആ ഒരു രീതിയാണ് മെഗാലിത്തിക് സൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മെഗാലിത്തിക് സൈറ്റ് പാലക്കാട് എവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഗാലിത്തിക് സൈറ്റ് ഉള്ളത്? എവിടെയാണ്? ആനക്കര. ദെൻ 14th വൺ, വാട്ട് ആൻഷ്യൻ ട്രേഡിംഗ് ഹബ് ഇസ് ബിലീവ് ടു ബി? പട്ടണം. പട്ടണമാണെന്ന് വിശ്വസിച്ചിരുന്ന ഏത് ട്രേഡിംഗ് ഹബ്ബാണ്, ആൻഷ്യൻ്റ് ആയിട്ടുള്ള പുരാതന കാലത്തെ ഏത് ട്രേഡിംഗ് ഹബ്ബാണ് പട്ടണമായിട്ട് ബിലീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഏതാണ്? മുസേരിയസ്. ദെൻ 15th വൺ, ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഈസ് തുഞ്ചൻ പറമ്പ് ലൊക്കേറ്റഡ്? തുഞ്ചൻ പറമ്പ് ഏത് ജില്ലയിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഏത് ജില്ലയിലാണ്? മലപ്പുറം. 16, വാട്ട് ഇയർ ഡിഡ് ദി പട്ടണം എക്സ്കവേഷൻസ് ബിഗിൻ? എക്സ്കവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖനനം, അതായത് മൈനിങ് ഒക്കെ ഏതിൽ വരുന്നതാണ്? എക്സ്കവേഷൻസിൽ വരുന്നതാണ്. ഏത് ഇയർ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? 2007. 17th വൺ, ഹൂ ഇസ് റിഗാർഡഡ് ആസ് ദി ഫാദർ ഓഫ് മലയാളം ലാംഗ്വേജ്? നമുക്ക് അറിയുന്ന കാര്യമാണ്. ആരാണ്? തുഞ്ചത്തെഴുത്തച്ഛൻ. ദെൻ 18th വൺ, വേർ ഇസ് ചേരമാൻ മോസ്ക് ലൊക്കേറ്റഡ്? ചേരമാൻ പള്ളി എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? കൊടുങ്ങല്ലൂർ. ഹൂ ഇസ് ബിലീവ്ഡ് ടു ഹാവ് ബിൽറ്റ് ദി ചേരമാൻ മോസ്ക്? ചേരമാൻ പള്ളി പണി കഴിപ്പിച്ചിരിക്കുന്നത് ആരാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്? ആരാണ്? മാലിക് ഇബ്നു ദിനാർ. 20, ഹൂ അറ്റാക്ക്ഡ് ദി ചേരമാൻ മോസ്ക്? അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ചേരമാൻ മോസ്ക് എന്ന് ഹെഡിങ് കൊടുക്കുക. അതിൻ്റെ താഴെ ഫസ്റ്റ് വരുന്നത് ഏതാണ്? ചേരമാൻ മോസ്ക് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ്. ആരാണത് ബിൽഡ് ചെയ്തതെന്ന് വിശ്വസിക്കപ്പെടുന്നത്? ആരാണ്? മാലിക് ഇബ്നു ദിനാർ. ദെൻ നെക്സ്റ്റ് എന്താണ്? ഹൂ അറ്റാക്ക്ഡ് ദി ചേരമാൻ മോസ്ക്? ചേരമാൻ മോസ്ക് അറ്റാക്ക് ചെയ്തത് ആരാണ്? ബാക്കി 2 നമ്മൾ പഠിച്ച ബേക്കൽ ഫോർട്ടും അതേപോലെ തന്നെ പാലക്കാട് ഫോർട്ടും അറ്റാക്ക് ചെയ്തത് ആരാണ്? കീഴടക്കിയത് ആരാണ്? ബ്രിട്ടീഷുകാരായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്? പോർച്ചുഗീസുകാരാണ്. ആളുടെ പേര് പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് പോർച്ചുഗീസ് എന്നെങ്കിലും ഓർത്ത് വെക്കുക. ചേരമാൻ മോസ്ക് അറ്റാക്ക് ചെയ്തത് ആരാണ്? കീഴടക്കിയത് ആരാണ്? പോർച്ചുഗീസുകാരാണ്.
ആരാണ്? പേരെന്താണ്? ലോപ്പോസോറസ് ഡി ആൽബർജിയ. ലോപ്പോസോറസ് ഡി ആൽബർജിയ ഓഫ് പോർച്ചുഗീസ്. അതിൽ മെയിനായിട്ട് പോർച്ചുഗീസ് എങ്കിലും എന്ത് ചെയ്യാൻ നോക്കുക, ഓർത്ത് വെക്കാനായിട്ട് നോക്കുക കേട്ടോ. വാട്ട് ഇസ് ദി പ്രോജക്റ്റ് ഇനീഷ്യേറ്റഡ് ടു സ്പ്രെഡ് ദി ഹെറിറ്റേജ് ഓഫ് കൊടുങ്ങല്ലൂർ? ഹെറിറ്റേജ് എന്താണ്? പൈതൃകം, അതായത് തലമുറകളായിട്ട് പിന്തുടർന്നുകൊണ്ട് വന്നിരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹെറിറ്റേജ് എന്ന് പറയുന്നത്. അങ്ങനെ കൊടുങ്ങല്ലൂരിലുള്ള ഹെറിറ്റേജ് വൈഡ് സ്പ്രെഡായ ആൾക്കാരിലേക്ക് മുഴുവനായിട്ട് എത്തിക്കാനുള്ള ആ ഒരു പ്രോജക്റ്റ് ഏതാണ്? മുസീരീസ് ഹെറിറ്റേജ് പ്രോജക്റ്റ്. മുസീരീസ് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. Then, which religious place is associated with എരുമേലി? എരുമേലിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മതപരമായിട്ടുള്ള പ്ലേസ് ഏതാണ്? റിലീജിയസ് പ്ലേസ് ഏതാണ്? ശബരിമല. Then 23, where is സെൻറ് തോമസ് ചർച്ച് ലൊക്കേറ്റഡ്? സെൻറ് തോമസ് ചർച്ച് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? മലയാറ്റൂർ. ഇത് ശരിക്കും PSC ക്വസ്റ്റ്യൻസ് ആണല്ലേ, കുറേയൊക്കെ ഓരോ PSC ടച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലേ. വിച്ച് സ്റ്റൈൽ ഇസ് യൂസ് ടു കൺസ്ട്രക്ട് ദി മലയാറ്റൂർ ചർച്ച്? കണ്ടോ, നേരത്തെ ഏത് സ്റ്റൈലാണ് വന്നത്? നമ്മൾ പറഞ്ഞത് ഏതാണ്? നാലുകെട്ടാണ്. ഇവിടെ വരുന്ന സ്റ്റൈൽ ഏതാണ്? ഗ്രീക്കോ റോമൻ. ഇനി ഹു ഇസ് ബിലീവ്ഡ് ടു ഹാവ് കോൺസെക്രേറ്റഡ് കണ്ണകി? കണ്ണകി പ്രതിഷ്ഠ നടത്തിയത് ആരാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്? ആരാണ്? സെങ്കുട്ടുവൻ. വിച്ച് ആക്ട് ഇനീഷ്യേറ്റഡ് ദി റിച്വൽ സെലിബ്രേഷൻ അറ്റ് കൊടുങ്ങല്ലൂർ ടെമ്പിൾ? കൊടുങ്ങല്ലൂർ ടെമ്പിളിലെ ആചാരപരമായിട്ടുള്ള സെലിബ്രേഷൻസ് ആഘോഷിക്കാൻ വേണ്ടി ഇനീഷ്യേറ്റ് ചെയ്ത ആക്ട് ഏതാണ്? കാവ് തീണ്ടൽ. ലാസ്റ്റ് വൺ, വാട്ട് ഇസ് ദി ആൻഷ്യൻ നെയിം ഓഫ് കൊടുങ്ങല്ലൂർ? കൊടുങ്ങല്ലൂരിൻ്റെ ആൻഷ്യൻ നെയിം, പുരാതന നാമം എന്തായിരുന്നു? മുസീരീസ്. മുസീരീസ് കുറേ സ്ഥലത്ത് വരുന്നുണ്ടല്ലേ, നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്